നീർക്കോലി കടിച്ചാൽ അത്താഴ പട്ടിണി കിടക്കണോ? എന്താണ് അങ്ങനെ പറയാൻ കാരണം? മനുഷ്യനെ പട്ടിണിക്കിടാൻ മാത്രം കഴിവുള്ളവരാണോ ഈ നീർക്കോലികൾ? വർഷങ്ങളായി നമ്മൾ കേട്ട ആ പഴഞ്ചൊല്ലിന്റെ പൊരുളിലേക്ക് ഒന്ന് നോക്കാം. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ നീർക്കോലിക്ക് പല നാടുകളിൽ പല പേരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നീർക്കോലിയെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് വിളിക്കുന്നത്? ഉത്തരം എന്തായാലും കമന്റിൽ എഴുതൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒറ്റത്തവണ 50 മുതൽ 75 വരെ മുട്ടകൾ ഇടാൻ കഴിവുള്ള ഉരകവർഗം. മനുഷ്യർക്ക് നിരുപദ്രവകാരിയാണെങ്കിലും പെട്ടെന്ന് പ്രകോപിതനാകുകയും ആക്രമണ സ്വഭാവം പുറത്തെടുക്കുകയും ചെയ്തേക്കാം. ആക്രമിക്കുന്നതിന് തൊട്ടു മുൻപ് ശരീരം അല്പം പരത്തി മണ്ണിൽ ചേർന്നിരിക്കുമ്പോൾ മൂർഖൻ എന്നാണ് ഭാവം. പ്രത്യുൽപാദനത്തോടെ ബന്ധം അവസാനിപ്പിക്കുന്ന പാമ്പുകളിൽ നിന്ന് വിരുദ്ധമായി പ്രണയത്തെ ഒപ്പം കൊണ്ടു നടക്കുന്ന ഇവയുടെ പേര് നീർക്കോലി എന്നാണ്. പൂർണ്ണമായും ഒരു ശുദ്ധജല ജീവിയാണ് നീർക്കോലികൾ. കുളങ്ങൾ, തോടുകൾ, പാടങ്ങൾ തുടങ്ങിയവയിലും സമീപ പ്രദേശങ്ങളിലും പരക്കെ കാണുന്ന ഇവയെ മൂർഖനാണെന്ന് വരെ ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇളം തവിട്ടു നിറത്തിലോ മഞ്ഞ കലർന്ന തവിട്ടു നിറത്തിലോ ആണ് ഇവയെ കാണപ്പെടാറുള്ളത്. ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നവയിൽ ചില വ്യതിയാനങ്ങളും ഉണ്ടായേക്കാം. ശരീരവർണ്ണത്തിൽ തവിട്ടു നിറം ഏറിയും കുറഞ്ഞുമിരിക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വ്യത്യസ്തമായി ശരീരത്തിന് അടിഭാഗം ഇളം നിറത്തിലാണ് കാണപ്പെടുന്നത്. അടിഭാഗവും മുകൾ ഭാഗവും ചേരുന്ന ഭാഗത്തായി ചെറിയ രീതിയിൽ ഒരു പച്ച നിറവും കാണാം. ഏകദേശം 1 മീറ്റർ നീളം വരെയുള്ള നീർക്കോലികളെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരാറുള്ളത്. അതേസമയം അതിലും നീളമുള്ളവയും കണ്ടുകിട്ടിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത ഇവയുടെ തലയാണ്. അണ്ഡാകൃതിയിലുള്ളതാണ് ഇവയുടെ തല. ഇതിനു പുറമെ മേൽചുണ്ടിന്റെ മധ്യത്തിലായി ലംബമായ ചെറിയൊരു വെട്ടും കാണാവുന്നതാണ്. ശരീരത്തിൽ കുത്തിയിട്ടതുപോലെയുള്ള അടയാളങ്ങളും ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ആൺ നീർക്കോലികളെക്കാൾ വലിപ്പമുള്ളവരാണ് ഈ കൂട്ടത്തിലെ പെൺ നീർക്കോലികൾ. ജലത്തിനടിയിലൂടെയും ഉപരിതലത്തിലൂടെയും അതിവേഗത്തിൽ നീന്താനുള്ള കഴിവുള്ളവരാണ് നീർക്കോലി വർഗം. തവളകളും മത്സ്യങ്ങളുമാണ് ഇവയുടെ ഇഷ്ടഭക്ഷണം. പാടത്തും കുളത്തിലുമൊക്കെ നമ്മുടെ നാട്ടിലെ സ്ഥിരം കാഴ്ചയാണ് നീർക്കോലികൾ. പക്ഷേ ഇവന്മാരെ പേടിക്കേണ്ട കാര്യമില്ല എന്നതാണ് സത്യം. മനുഷ്യർക്ക് നിരുപദ്രവകാരികളായ ജീവിയാണെങ്കിലും അപകടഘട്ടത്തിൽ പെട്ടെന്ന് പ്രകോപിതനാകുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ജീവിയാണ് ഇവ. ആക്രമിക്കുന്നതിന് തൊട്ടു മുൻപ് ശരീരം അല്പം പരത്തി മണ്ണിൽ ചേർന്നിരിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ട്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇന്ത്യ, മ്യാൻമാർ, തായ്ലാന്റ്, ലാവോസ്, വിയറ്റ്നാം, പടിഞ്ഞാറൻ മലേഷ്യ, ചൈനയുടെ തെക്കൻ പ്രവിശ്യകൾ, തായ്വാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് സാധാരണയായി ഇവയെ കണ്ടുവരുന്നത്. ഇവയുടെ പ്രജനന രീതിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ജലാശയങ്ങളുടെ സമീപമുള്ള പൊത്തുകളിലാണ് ഇവ മുട്ടയിടാറ്. ഒറ്റത്തവണ 50 മുതൽ 75 വരെ മുട്ടകളിടാൻ കഴിയുന്നവരാണ് ഇവർ. ഏകദേശം 2 മാസത്തെ കാലാവധിക്ക് ശേഷമാണ് നീർക്കോലിയുടെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത്. മഴക്കാലമാകുമ്പോഴേക്കും വിരിയത്തക്ക വിധത്തിലാണ് ഇവ മുട്ടയിടാറ്. വിഷമില്ലാത്ത ഇനമായതിനാൽ മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ തവളകൾ വരെ ഭക്ഷണമാക്കുന്നുണ്ട്. സാധാരണ പാമ്പുകളെ പോലെ പ്രത്യുൽപാദനത്തോടെ അവസാനിക്കുന്നതല്ല ഇവയുടെ പ്രണയബന്ധം. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്ന ശേഷവും ഇണകൾ ഒരുമിച്ച് ജീവിക്കുന്നതായും കണ്ടുവരാറുണ്ട്. നാറാത്ത് KT വില്ലയിൽ നിന്നാണ് 50 മുട്ടകളെ കണ്ടെത്തുന്നത്. വയലിനോട് ചേർന്നുള്ള സ്ഥലത്ത് മണൽക്കൂന മാറ്റുന്നതിനിടെ നിർമ്മാണ തൊഴിലാളികളാണ് മുട്ടകൾ കണ്ടത്. പാമ്പിന്റെ മുട്ടകളാണോ എന്ന് തന്നെയായിരുന്നു സംശയം. വിവരമറിഞ്ഞെത്തിയവർ നടത്തിയ തിരച്ചിലിൽ 26 മുട്ടകൾ കൂടി കണ്ടുകിട്ടി. പിന്നാലെ വീടിന്റെ മറ്റൊരു വശത്തു നിന്നും 24 മുട്ടകൾ കൂടി കിട്ടി. പാമ്പിന്റെ മുട്ടകളാണെന്ന് ഏറെക്കുറെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി 50 മുട്ടകളും വീട്ടിലെത്തിച്ച് വിരിയിച്ചു. ചെറിയ ചൂടും തണുപ്പും കൃത്രിമമായി ഒരുക്കി കരിയിലകൾക്കിടയിൽ ഒരുക്കിയ സജ്ജീകരണത്തിൽ 3 മുട്ടകൾ ഒഴികെ 47 മുട്ടകളും വിരിഞ്ഞു. പുറത്തു വന്നതോ 47 നീർക്കോലി കുഞ്ഞുങ്ങൾ. നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങും എന്നൊരു പഴമൊഴിക്ക് പിന്നിലെ കാരണം എന്താന്ന് കണ്ടുപിടിക്കാം. ഈ പാമ്പ് ആരെയും കടിക്കാറില്ല എന്നതാണ് വസ്തുത. എങ്കിലും നീർക്കോലി അബദ്ധത്തിലെങ്ങാനും കടിക്കുകയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഒരു രാത്രി അത്താഴ പട്ടിണി കിടക്കണമെന്നാണ് പണ്ട് വൈദ്യന്മാർ പറയുന്നത്. മറ്റുള്ള പാമ്പുകൾ കടിച്ചാലും ആഹാരം വേണ്ടെന്ന് വെക്കണം. എങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് വിഷമില്ലാത്ത നീർക്കോലി കടിച്ചാൽ പോലും നമ്മുടെ അത്താഴം മുടക്കാൻ സാധിക്കുമെന്നതാണ്. നീർക്കോലി കടിക്കുന്നതും ഭക്ഷണം ഒഴിവാക്കുന്നതും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നതാണ് സത്യം. പണ്ട് കൂലിപ്പണി കഴിഞ്ഞ് അത്താഴത്തിനുള്ള അരിയും കൊണ്ടുവരുന്ന വ്യക്തിയെ നീർക്കോലി കടിച്ചാൽ പേടിച്ച് കയ്യിലുള്ള സാധനങ്ങൾ വഴിയിൽ കളയും. പിന്നെ വൈദ്യന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് പ്രശ്നമില്ല എന്ന കാര്യം അറിയുന്നത് തന്നെ. പക്ഷേ അപ്പോഴേക്കും അത്താഴത്തിനുള്ള വക നഷ്ടമായി കാണും. അങ്ങനെ ആയിരിക്കാം ഈ ചൊല്ല് വന്നതെന്നാണ് കേരളത്തിന്റെ സേക്ക് മാസ്റ്ററായ വാവാ സുരേഷിന്റെ വാക്കുകൾ. ഈ ചൊല്ലിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ആരെയും നിസ്സാരമായി കാണരുത്. കാരണം നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിൽ നിസ്സാരമെന്ന് നമ്മൾ മുദ്ര കുത്തുന്നവർക്കും ചെറിയ രീതിയിലെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഈ ചൊല്ലിന്റെ സാരം. അപ്പോൾ പഴഞ്ചൊല്ലിന്റെ പതിര് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.